ഇന്ന് ഈസി ആയിട്ട് വറുത്തരച്ചൊരു ചിക്കൻ കറി വെച്ചാലോ? ആദ്യം പാനിലേക്ക് കോക്കനട്ട് ഓയിൽ ഒഴിച്ചിട്ട് ചൂടാക്കുക കേട്ടോ. അതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്കായ, പെരിഞ്ചീരകം ഇത്രയും ഇട്ട് ചൂടാക്കുക. അതിലേക്ക് ഒരു ബോക്സ് കോക്കനട്ടും 4-5 വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കറിവേപ്പിലയും ഇത്രയും ആഡ് ചെയ്യുക കേട്ടോ. സ്റ്റവ് സിമ്മാക്കി അതൊന്ന് വറുത്തെടുക്കുക. ഈ ഒരു കളർ ആവുമ്പോൾ 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1.5 സ്പൂൺ മുളക് പൊടി, ഒരു 3/4 ടേബിൾ സ്പൂൺ ഗരം മസാല. ഇതിൻ്റെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിന് മാറ്റാം കേട്ടോ. ഇതിന് പൊടികളൊന്ന് ചൂടാവുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇതുപോലെ ഒന്ന് വറുത്ത് കൊടുക്കുക. കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. പൊടികളുടെ പച്ചമണം മാറുന്ന വരെ വറുത്തെടുക്കുക കേട്ടോ. അത് കഴിഞ്ഞാൽ അത് ഇതുപോലെ പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. ഇനി കറി വെക്കാനുള്ള പാനിലേക്ക് കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. കറിവേപ്പില ഇട്ട് കൊടുക്കുക. നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുക. പച്ചമുളക് ഇട്ട് കൊടുക്കുക. അതെല്ലാം ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാനൊരു 5 സവാളയാണ് 2 കിലോ ചിക്കനിലേക്ക് എടുത്തിരിക്കുന്നത്. അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണേ. അത് കഴിഞ്ഞിട്ട് സവാളയൊക്കെ ഒന്ന് വഴന്നു തുടങ്ങുമ്പോൾ നമ്മുടെ തക്കാളി ഇട്ട് കൊടുക്കുക. കുറച്ച് നേരം വേവിച്ചതിന് ശേഷം ചിക്കൻ എല്ലാം ഇട്ട് കൊടുത്ത് 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുക കേട്ടോ. അതിലേക്ക് നമ്മുടെ അരപ്പ് ആഡ് ചെയ്യുക. അതിനുശേഷം കുറച്ച് ചൂടുവെള്ളം ചൂടാക്കി ഒഴിച്ച് ഒരു അരമണിക്കൂറോളം വേവിക്കുക. അങ്ങനെ നമ്മുടെ വറുത്തരച്ച ചിക്കൻ